രാജ്യത്ത് ഇന്ന് കൺസ്ട്രക്ഷൻ മേഖല പരിശോധിക്കും. ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാന്ദ്യം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല. കൃഷിയിടങ്ങൾ പരിശോധിക്കും. കൃഷിയിടത്തിലെ കർഷകരുടെ തൊഴിലില്ലായ്മ, കർഷക തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ രാജ്യത്തെ ഏറ്റവും രൂക്ഷമായ സാഹചര്യം. കർഷകർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 കോടി വീടുകൾ കൂടി, അതുപോലെ ഈ മിഡിൽ ക്ലാസ്സിന് പ്രത്യേക ഭവന പദ്ധതിയൊക്കെയുണ്ട്. താങ്കൾ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖല അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയല്ല അതിനെ കരുതേണ്ടത്. പിന്നെ അങ്ങനെയല്ല. കൺസ്ട്രക്ഷൻ മേഖല 2 കോടി വീടുകൾ സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്നത് നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് ഈ രാജ്യത്തെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് അല്ലെങ്കിൽ അതിൽ എന്ത് പുനരുദ്ധീകരണമാകുന്ന അല്ലെങ്കിൽ പുനരുൽപാദനപരമാകുന്ന എന്ത് പ്രഖ്യാപനങ്ങളാണ് അതിൽ വരാൻ പോകുന്നത്? ഒരു തരത്തിലും വരുന്നില്ല. കൺസ്ട്രക്ഷൻ മേഖല അങ്ങ് പരിശോധിച്ചാൽ മതി. ആത്മപരിശോധന നടത്തിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. രാജ്യത്താകമാന കൺസ്ട്രക്ഷൻ മേഖല തകർന്നു താറുമാറായിരിക്കുന്ന ഒരു മേഖല. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു 2 കോടി വീടുകൾ വിൽക്കുന്നു എന്നുള്ളത് ഒരു മഹാകാര്യമായി. അത് ഞാൻ 2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് മാത്രമല്ല, അതിൽ ഒതുങ്ങുന്നില്ല. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ശിവശങ്കർ, ഹസ്കർ, താങ്കൾ പറഞ്ഞതിലെ ഇപ്പം അവസാനത്തെ പറഞ്ഞതിൽ ഇപ്പൊ കർഷകര് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. ഈ ബുദ്ധിമുട്ടുന്ന കർഷകർ എങ്ങനെയാണ് ഹസ്കർ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ? കാരണം നമുക്കറിയാമല്ലോ, കർഷകരുടെ കാര്യത്തിൽ, കൃഷിയുടെ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ സർവകാല റെക്കോർഡായി. വേൾഡിലെ നമ്പർ 2 അരി ഉൽപ്പാദകരാണ് നമ്മൾ. അതുപോലെ തന്നെ ഗോതമ്പിന്റെ കാര്യത്തിലായാലും പാലിന്റെ കാര്യത്തിലായാലും ചെറുധാന്യങ്ങളുടെ ഒക്കെ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ഏത് കാര്യത്തിലാണ് താഴെ പോയത്? കണക്കുകൾ വെച്ച് പറയും. ഞാൻ ബാക്കി എല്ലാ സമയം കിട്ടുമെങ്കിൽ അനിൽ നമ്പ്യാരും അന്ന് സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ബാക്കി കണക്കുകൾ പറയാൻ.